ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 1 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. ഇതിനൊരു ആമുഖം എന്നോണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും നമുക്കതൊക്കെ ഒന്ന് ഓർക്കാം. വിശുദ്ധ ബൈബിളിൽ ആകെ 73 പുസ്തകങ്ങളാണുള്ളത്. ഇതിൽ പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. ഇതിൽ പഴയ നിയമത്തെ 4ആയി വിഭജിച്ചിട്ടുണ്ട്. പഞ്ചഗ്രന്ഥി, ചരിത്രപരമായ പുസ്തകങ്ങൾ, പ്രബോധനപരമായ പുസ്തകങ്ങൾ, പ്രവചനപരമായ പുസ്തകങ്ങൾ. ഇതിൽ ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പഴയ നിയമത്തിൽ 7ാമത്തെ പുസ്തകമായും ചരിത്രപരമായ പുസ്തകങ്ങളിൽ 2ാമത്തെ പുസ്തകമായിട്ടുമാണ് വരുന്നത്. ഇതിൽ ആകെ 21 അധ്യായങ്ങളാണ് ഉള്ളത്. ജോഷുവായുടെ മരണം മുതൽ രാജാക്കന്മാരുടെ ഭരണത്തിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇസ്രായേൽ ജനത്തെ ബാഹ്യശത്രുക്കളിൽ നിന്നും രക്ഷിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് ന്യായാധിപന്മാർ. ആകെ 12 ന്യായാധിപന്മാരാണ് ഉള്ളത്. ഇതിൽ 6 പേരെ നമ്മൾ വലിയ ന്യായാധിപന്മാരായിട്ടും 6 പേരെ ചെറിയ ന്യായാധിപന്മാരുമായിട്ടാണ് കണക്കാക്കുന്നത്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 6 വലിയ ന്യായാധിപന്മാർ ഇവരാണ്: ഒത്നിയേൽ, ഏഹൂദ്, ദബോറ, ബാരക്, ഗിദയോൻ, ജെഫ്ത, സാംസൺ. അതുപോലെ 6 ചെറിയ ന്യായാധിപന്മാർ ഇവരാണ്: ഷംഗാർ, തോല, ജായിർ, ഇബ്സാൻ, ഏലോൺ, അബ്ദോൻ. ഈ 12 ന്യായാധിപന്മാരെ കൂടാതെ ഏലി, സാമുവൽ എന്നിവരെ കൂടി അവസാനത്തെ ന്യായാധിപന്മാരായി കണക്കാക്കുന്നുണ്ട്. ന്യായാധിപന്മാർ വെറും ന്യായാധിപന്മാരായിട്ടല്ല, യുദ്ധവീരന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. BC 12ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ BC 11ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടമാണ് ഇവരുടെ പ്രവർത്തന കാലം. നമുക്ക് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത, അല്ലെങ്കിൽ നമുക്ക് കാണുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതാണ്: എപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്നുവോ അപ്പോഴൊക്കെ ശത്രു പ്രബലപ്പെടുന്നു. ദൈവം അവരെ ശത്രുക്കളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴൊക്കെ ജനം പരിതപിച്ച് ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്നുവോ അപ്പോഴൊക്കെ ദൈവം അവരുടെ മധ്യേ നിന്ന് ന്യായാധിപന്മാരെ ഉയർത്തി അവരെ മോചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ഇവരൊക്കെയാണ്: കാനാന്യർ, മോവാബ്യർ, അമ്മോര്യർ, മിദിയാൻകാർ, ഫിലിസ്ത്യർ. ഇതിൻ്റെ ഗ്രന്ഥരചനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ന്യായാധിപ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സാമുവൽ ആണെന്നാണ് തൽമൂദ് പാരമ്പര്യപ്രകാരം അറിയപ്പെടുന്നത്. എന്നാൽ പിന്നീടുള്ള പഠനങ്ങളും ചരിത്രവുമൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് നിയമാവർത്തന പാരമ്പര്യമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നാണ്. വീരപുരുഷന്മാരുടെ സാഹസിക കഥകൾ വിവരിക്കുന്ന ഒരു ഇതിഹാസ ശൈലിയാണ് ഈ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഇസ്രായേൽ നേതാക്കന്മാരുടെ വീരപരാക്രമങ്ങളും ബുദ്ധിവൈഭവങ്ങളും വളരെയധികം പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് നമുക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ശത്രുക്കളുടെ ഭീരുത്വവും വിഡ്ഢിത്വവും ഒക്കെ വളരെ രസകരമായി അനുവാചകർക്ക് ആസ്വാദികരമായ രീതിയിൽ തന്നെ ഇതിൽ വിവരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും രക്ഷാകരമായ പദ്ധതി നമുക്ക് ആഴത്തിൽ ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള വിവരണവുമാണ് ന്യായാധിപ ഗ്രന്ഥത്തിൽ ഉള്ളത് എന്നാണ്. BC 7ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ രചിക്കപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൽ ഏറ്റവും പുരാതനമായ ഭാഗം 1 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണ്. എന്നാൽ നമുക്ക് പഠിക്കുവാനുള്ളത് 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണ്. ഇതിൻ്റെ ഘടന നമുക്കൊന്ന് പരിശോധിക്കാം. 1ാം അധ്യായം 1 മുതൽ 3ാം അധ്യായം 6 വരെയുള്ള ഭാഗങ്ങളിൽ ജോഷുവയുടെ മരണത്തിന് ശേഷമുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥിതിയാണ് വിവരിക്കുന്നത്. 3ാം അധ്യായം 7 മുതൽ 16ാം അധ്യായം 31 വരെ ന്യായാധിപന്മാരുടെ ചരിത്രം പറയുന്നു. 17ാം അധ്യായം 1 മുതൽ 21ാം അധ്യായം 25 വരെ ദാൻ, ബെഞ്ചമിൻ ഗോത്രങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അധ്യായങ്ങളിലെ ശീർഷകങ്ങളും വാക്യങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം.
ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകം കാനാൻ ദേശത്തെ വിജാതീയർ. ഇതിൽ 36 വാക്യങ്ങളാണ് ഉള്ളത്. രണ്ടാം അധ്യായത്തിൽ 3 ശീർഷകങ്ങളാണ് വരുന്നത്. ബോക്കിമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്, ജോഷുവയുടെ മരണം, ബാലിനെ ആരാധിക്കുന്നു. ഇതിൽ 23 വാക്യങ്ങളാണ് ഉള്ളത്. മൂന്നാമത്തെ അധ്യായത്തിൽ 3 ശീർഷകങ്ങളുണ്ട്. ഒത്നിയേൽ, ഏഹൂദ്, ശങ്കാർ. ഇതിൽ 31 വാക്യങ്ങളാണ് ഉള്ളത്. നാലാമത്തെ അധ്യായം ദബോറയും ബാറാക്കും എന്നതാണ്. ഇതിൽ 24 വാക്യങ്ങളാണ് ഉള്ളത്. അഞ്ചാമത്തെ അധ്യായം ദബോറയുടെ കീർത്തനം. ഇതിൽ 31 വാക്യങ്ങളാണ് ഉള്ളത്. ആറാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകം ഗിദയോൻ എന്നാണ്. ഇതിൽ 40 വാക്യങ്ങളുണ്ട്. ഏഴാമത്തെ അധ്യായത്തിൻ്റെ ശീർഷകം മിദിയാൻകാരെ തോൽപ്പിക്കുന്നു. ഇതിൽ 25 വാക്യങ്ങളാണ് ഉള്ളത്. എട്ടാമത്തെ അധ്യായം ഗിദയോന്റെ മരണം. ഇതിൽ 34 വാക്യങ്ങളാണ് ഉള്ളത്. ഒമ്പതാമത്തെ അധ്യായം അബിമലേക്ക്. ഇതിൽ 57 വാക്യങ്ങളാണ് ഉള്ളത്. പത്താമത്തെ അധ്യായത്തിൽ 3 ശീർഷകങ്ങളാണ് ഉള്ളത്. തോല, ജായിർ, ജഫ്ത. ഇതിൽ 18 വാക്യങ്ങളാണ് ഉള്ളത്. ഇനി നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് വരാം. കാനാൻ ദേശത്തെ വിജാതീയർ എന്നതാണ് അതിൻ്റെ ശീർഷകം. ഇതിൽ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഇസ്രായേൽ ജനം കർത്താവിനോട് ആരായുകയാണ്. കാനാൻ ദേശത്തെ വിജാതീയരോട് യുദ്ധം ചെയ്യുവാൻ ആരാദ്യം പോകണം? കർത്താവ് ഉത്തരം നൽകുന്നു, യൂദ ആദ്യം പോകട്ടെ. അങ്ങനെ യൂദ പോകുന്നു. ഒപ്പം സഹോദരൻ ശിമയോനെയും കൂട്ടുന്നു. അങ്ങനെ ആദ്യം തന്നെ ദൈവം യൂദായ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത് കാനാന്യരെയും പെരീസിരെയുമാണ്. ബസേക്കിൽ വെച്ച് 10,000 പേരെ പരാജയപ്പെടുത്തുവാനായി യൂദായ്ക്ക് കഴിയുന്നു. വീണ്ടും യുദ്ധം തുടരുന്നു. അദോണി ബസേക്കിനോട് യുദ്ധം ചെയ്യുന്നു. അങ്ങനെ കാനാന്യരെയും പെരീസിരെയും പരാജയപ്പെടുത്തുവാൻ യൂദായുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തിന് കഴിയുന്നു. പരാജയപ്പെട്ട അദോണി ബസേക്ക് പലായനം ചെയ്യുകയാണ്. പക്ഷെ യൂദ വിട്ടുകൊടുത്തില്ല. പിന്തുടർന്ന് അദോണി ബസേക്കിൻ്റെ അടുത്തെത്തുകയും കൈകാലുകളുടെ പെരുവിരലുകൾ മുറിച്ചു കളയുകയും ചെയ്യുന്നു. ആ സമയത്ത് അദോണി ബസേക്ക് ഓർമ്മിക്കുന്നുണ്ട് താൻ ചെയ്ത പ്രവൃത്തി തനിക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നുവെന്ന്. ഒന്നാം അധ്യായം 7-ാം വാക്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. അദോണി ബസേക്ക് പറഞ്ഞു, കൈകാലുകളുടെ പെരുവിരലുകൾ ഛേദിക്കപ്പെട്ട 70 രാജാക്കന്മാർ എൻ്റെ മേശയ്ക്കു കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നു. ഞാൻ അവരോട് ചെയ്തതുപോലെ ദൈവം എന്നോടും ചെയ്തിരിക്കുന്നു. അതിനുശേഷം യൂദ അദോണി ബസേക്കിനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചാണ് അദോണി ബസേക്കിൻ്റെ മരണം സംഭവിക്കുന്നത്. പിന്നീട് ജെറുസലേമിനെ ആക്രമിക്കുകയും അതിനെ പിടിച്ചടക്കുകയും ചെയ്യുന്നു. കുറച്ചുകൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നത് യൂദ ഗോത്രം പിന്നീട് ആക്രമിക്കുന്നത് നെഗേബിലെ കാനാന്യരെയാണ്. അതിനുശേഷം ഹെബ്രോണിലെ കാനാന്യരെ ആക്രമിക്കുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നാം അധ്യായം 10-ാം വാക്യത്തിൽ ഹെബ്രോണിൻ്റെ പഴയ പേര് സൂചിപ്പിക്കുന്നുണ്ട്. കിരിയാത്ത് അർബ എന്നാണ് ഹെബ്രോണിൻ്റെ പഴയ പേര്. അതിനുശേഷം ദാബീർ ദേശത്തെ ആക്രമിക്കുന്നു. ദാബീറിൻ്റെ പഴയ പേരും ഒന്നാം അധ്യായം 11-ാം വാക്യത്തിൽ പരാമർശിക്കുന്നുണ്ട്. കിരിയാത്ത് സേഫർ എന്നാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരരുത്. 2 പേരും കുറച്ച് സെയിമൊക്കെയാണ്, എങ്കിലും നമ്മളത് ഓർത്ത് വെക്കുക. ദാബീർ ദേശത്തെ ആക്രമിക്കുമ്പോൾ കാലേബ് അവിടെ ഒരു വാഗ്ദാനം കൊടുക്കുന്നുണ്ട്. അതായത്, ഈ ദേശത്തെ പിടിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സായെ ഭാര്യയായി നൽകുമെന്ന്. അങ്ങനെ കാലേബിൻ്റെ ഇളയ സഹോദരൻ കെനാസിൻ്റെ പുത്രൻ ഒത്നിയേൽ ദേശം പിടിച്ചടക്കുകയും അക്സായെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നു. അക്സ പിതാവിൽ നിന്നും വയൽ സമ്മാനമായി ആഗ്രഹിച്ച് ഒത്നിയേലിനോട് ചോദിക്കാൻ പറയുന്നുണ്ട്. അക്സായോട് പിതാവായ കാലേബ് ചോദിക്കുന്നുണ്ട്, നീ മനസ്സിൽ എന്തോ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്താണത്? അപ്പോൾ അക്സ മറുപടി പറയുന്നു, എന്തായാലും നെഗേബിലാണ് എന്നെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് നീർച്ചാലുകൾ കൂടി സമ്മാനമായി തരിക. അങ്ങനെ കാലേബ് അക്സായ്ക്ക് മലയോരങ്ങളിലും താഴ്വരയിലുമുള്ള നീർച്ചാലുകൾ സമ്മാനമായി നൽകുന്നു. പിന്നീട് യൂദായും ശിമയോനും പരാജയപ്പെടുത്തുന്നത് സെഫാത്ത് നിവാസികളായ കാനാന്യരെയാണ്. അവരെ പരാജയപ്പെടുത്തുക മാത്രമല്ല, നിശ്ശേഷം നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ആ പട്ടണത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചത്.
യൂദ കീഴടക്കിയ മറ്റു പ്രദേശങ്ങൾ ഇവയൊക്കെയാണ്: ഗാസ, അഷ്കലോൺ, എക്രോൻ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും. 1 അധ്യായം 21 വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ബെഞ്ചമിൻ ഗോത്രക്കാർ ജെറുസലേമിലെ നിവാസികളായ ജബൂസ്യരെ അവിടെ നിന്നും പുറത്താക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നും അവർ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ, വാക്യങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ കാണുന്നത്, ബഥേൽ നഗരം പിടിച്ചടക്കുവാൻ പോവുകയാണ്. അതിനു മുൻപായി ബഥേൽ ഉറ്റുനോക്കാൻ ചാരന്മാരെ അയക്കുന്നു. കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇനിയുള്ള സംഭവങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ബഥേൽ ഉറ്റുനോക്കാൻ ചാരന്മാർ അവിടെ എത്തുമ്പോൾ തന്നെ ആ നഗരത്തിൽ നിന്നും ഒരാൾ പുറത്തു വരുന്നത് കാണുന്നു. അയാളോട് ചാരന്മാർ പറയുന്നുണ്ട്, നഗരത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ നിന്നോട് ഞങ്ങൾ ദയ കാണിക്കാം. അങ്ങനെ അയാൾ നഗരത്തിലേക്കുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ബഥേൽ പിടിച്ചടക്കുമ്പോൾ അയാളെയും അയാളുടെ കുടുംബത്തെയും വെറുതെ വിടുന്നു. ബാക്കി എല്ലാവരെയും വാളിനിരയാക്കുന്നു. അമോര്യരെ കുറിച്ച് 34-35 വാക്യങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അമോര്യർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടു. താഴ്വരയിലേക്ക് നീങ്ങുന്നതിന് അവരെ അനുവദിച്ചില്ല. അമോര്യർ ഹാർഹെറസിലും അയ്യലോണിലും ഷാൽബീമിലും താമസം തുടർന്നു. എന്നാൽ ജോസഫിന്റെ ഗോത്രം അവരുടെ മേൽ ശക്തിപ്പെട്ടു. അവർ അടിമകളായി തീർന്നു. അമോര്യരുടെ അതിർത്തിയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സേല മുതൽ അക്രാബിം കയറ്റം വരെയായിരുന്നു അമോര്യരുടെ അതിർത്തി. ഇനി നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ ഈ അധ്യായത്തിൽ നിന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇസ്രായേലിന്റെ വിമോചകരായി വർത്തിച്ച 12 നേതാക്കന്മാരുടെ ചരിത്രമാണ് ഡാഷ്. ഓപ്ഷൻസ് പറയാം: ന്യായാധിപന്മാരുടെ ഗ്രന്ഥം, ജോഷുവയുടെ ഗ്രന്ഥം, രാജാക്കന്മാരുടെ പുസ്തകം, സാമുവലിന്റെ ഗ്രന്ഥം. ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ന്യായാധിപന്മാരെ ന്യായപാലകരായിട്ടല്ല പിന്നെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഓപ്ഷൻസ് വായിക്കാം: യുദ്ധവീരന്മാരായിട്ട്, പുരോഹിതന്മാരായിട്ട്, രാജാക്കന്മാരായിട്ട്, പ്രവാചകന്മാരായിട്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ്, യുദ്ധവീരന്മാരായിട്ട്. മൂന്നാമത്തെ ചോദ്യം: കൈകാലുകളുടെ പെരുവിരൽ ഛേദിക്കപ്പെട്ട് എത്ര രാജാക്കന്മാരാണ് അദോണി ബസേക്കിന്റെ മേശയ്ക്ക് കീഴിലെ ഉച്ഛിഷ്ടം പെറുക്കി തിന്നിരുന്നത്? 50 രാജാക്കന്മാർ, 70 രാജാക്കന്മാർ, 90 രാജാക്കന്മാർ, 75 രാജാക്കന്മാർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 70 രാജാക്കന്മാർ. നാലാമത്തെ ചോദ്യം: അക്സായുടെ പിതാവാര്? ഓപ്ഷൻസ് വായിക്കാം: ജോഷുവ, ഷെഷായി, ആഹിമാൻ, കാലിബ്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ ഡി ആണ്, കാലിബ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഹെബ്രോണിൽ താമസിച്ചിരുന്ന ആരോടാണ് യൂദാ ഗോത്രക്കാർ യുദ്ധം ചെയ്തത്? ഓപ്ഷൻ എ ജബൂസ്യരോട്, ഓപ്ഷൻ ബി ഹിത്യരോട്, ഓപ്ഷൻ സി കാനാന്യരോട്, ഓപ്ഷൻ ഡി മൊവാബ്യരോട്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാനാന്യരോട്. ആറാമത്തെ ചോദ്യം ഇതാണ്: അമോര്യരുടെ മേൽ ജോസഫിന്റെ ഗോത്രം ശക്തിപ്പെട്ടപ്പോൾ അവർ ആരായി തീർന്നു? അടിമകൾ, യജമാനന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടിമകൾ. അടുത്ത ചോദ്യം ഇതാണ്: സേല മുതൽ മുകളിലേക്ക് അക്രാബിം കയറ്റം വരെ ആരുടെ അതിർത്തിയായിരുന്നു? ഓപ്ഷൻസ്: അമോര്യരുടെ, ജബൂസ്യരുടെ, പെരീസ്യരുടെ, കാനാന്യരുടെ. ഉത്തരം അമോര്യരുടെ.